ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായൊരു പാഠഭാഗമാണ് കേട്ടോ. കഥ പോലെ നമുക്ക് പഠിക്കാം. പീലിയുടെ ഗ്രാമത്തിലേക്ക് അവരുടെ 4 കൂട്ടുകാർ യാത്ര പോകുന്ന ഒരു മനോഹരമായ കഥയാണ് പാഠഭാഗം. അതിലൂടെ നമുക്ക് കുറേ അറിവുകളൊക്കെ പകർന്നു നൽകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 1, പീലിയുടെ ഗ്രാമം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, 4 കുഞ്ഞു കൂട്ടുകാരെയാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അവരെന്തോ വലിയ ചർച്ചയിലാണല്ലേ. എന്തായിരിക്കും അവർ ചർച്ച ചെയ്യുക? നമുക്ക് നോക്കാം. കൂട്ടുകാരെ, അവധിക്കാലം തീരാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനു മുന്നേ ആയിട്ട് പീലി തൻ്റെ കൂട്ടുകാരെ തൻ്റെ ഗ്രാമത്തിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചു. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ പീലിയുടെ കൂട്ടുകാരായ 4 പേര്. അപ്പോൾ കൂട്ടുകാർക്കും യാത്ര പോകാൻ ഇഷ്ടമാണല്ലേ. അവധിക്കാലമായി കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ പലതരം സ്ഥലങ്ങൾ സന്ദർശിക്കാനുമൊക്കെ നമ്മൾ പോകാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകാം. വളരെ സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്രാമത്തിൽ എന്തൊക്കെ സവിശേഷതകളാണുള്ളതെന്നും അവിടെയുള്ള ജനങ്ങളുടെ നിഷ്കളങ്കത എന്തൊക്കെയാണെന്നും അവർ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് ഒക്കെ നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാം കേട്ടോ. നോക്കാം. ഇപ്പം യാത്രയ്ക്ക് മുന്നേ നമുക്ക് 4 കൂട്ടുകാരെയും പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. എവിടേക്കാണ് ഈ കൂട്ടുകാർ യാത്ര പോകുന്നത്? തൻ്റെ കൂട്ടുകാരിയായ പീലിയുടെ ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ 1ാമത്തെ കൂട്ടുകാരിയെ നോക്കിയേ, നീനു. പേരെന്താ? നീനു. നീനു സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. നീനുവിന് നടക്കാനായിട്ട് കഴിയില്ല കേട്ടോ. അവളുടെ വീട് നഗരത്തോട് ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടെയുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് നീനു താമസിക്കുന്നത്. അപ്പോൾ അച്ഛന് സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ആൾ അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് അപ്പുവിൻ്റെ വീട്. അമ്മ മാത്രമേ അപ്പുവിനുള്ളൂ. അപ്പുവിൻ്റെ അമ്മയുടെ ജോലി എന്ന് പറയുന്നത് ഒരു തുണി മില്ലിലാണ്. അടുത്ത കൂട്ടുകാരൻ്റെ പേര് വിക്കി എന്നാണ്. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വിക്കി താമസിക്കുന്നത് കേട്ടോ. പപ്പ ബിസിനസ്മാനാണ്. അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉണ്ട്. അടുത്ത കൂട്ടുകാരി ചമേലി. ചമേലി ആസാം സ്വദേശിയാണ്. അച്ഛനും അമ്മയൊക്കെ ആസാമിലുള്ളതാണ്. അപ്പോൾ പപ്പേനെ പാപ്പ എന്നും അമ്മേനെ മാ എന്നുമാണ് ചമേലി വിളിക്കാറുള്ളത്. വർഷങ്ങളായിട്ട് ഇവർ കേരളത്തിലുണ്ട് കേട്ടോ. ചമേലിക്ക് 5 വയസ്സായപ്പോഴാണ് ചമേലി എവിടെ എത്തുന്നത്? കേരളത്തിലേക്ക് വരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലിയും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ 4 കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടു. ആരൊക്കെയാണ്? നീനു, അപ്പു, വിക്കി, ചമേലി. ഓരോരുത്തരുടെയും പാരൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ജോലി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ. അവരുടെ ഓരോരുത്തരുടെയും ജീവിത ശൈലികൾ വ്യത്യസ്തമാണ്. അവരുടെ ജോലികൾ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ്. ഇവിടെ നോക്കി, കൂട്ടത്തിൽ 5ാമത്തെ ആളായി നിങ്ങളും കൂടെ പോവുകയാണെങ്കിൽ കൂട്ടുകാരുടെ കാര്യങ്ങളൊന്ന് എഴുതി നോക്കിയേ. കേരളത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ആസാം, ബംഗാൾ, ഒറീസ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എവിടെ വരുന്നുണ്ട്? കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണെന്ന് പറഞ്ഞു? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തുന്നത് കേട്ടോ. അവരുടെ മക്കളെ കേരളത്തിലെ ചെറിയ വിദ്യാലയങ്ങളിലൊക്കെ നിർത്തി പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് ചമേലിയും കേരളത്തിൽ പഠിക്കുന്നത്. ചമേലിയുടെ പപ്പേനെ പാപ്പ എന്നും അമ്മേനെ മാ എന്നാണ് വിളിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതെ. ഇനി യാത്രയ്ക്ക് ഒരുങ്ങിയാലോ? ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അനുവാദം വാങ്ങാറുണ്ടല്ലേ കൂട്ടുകാരെ? അതെ. ഇവിടെ നീനു പറയുകയാണ്, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ കുറേ പാടുപെട്ടു.
എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ടായിരിക്കും അവളുടെ മാതാപിതാക്കൾ വിടാൻ മടിക്കുന്നത്? അവൾക്ക് നടക്കാൻ കഴിയില്ല അല്ലേ? മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് നീനു സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് വിടാൻ അവർക്ക് പ്രയാസമായിരിക്കും. എന്നാലും എന്ത് ചെയ്തു? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ നീനുവിൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കുന്നു. അടുത്ത് നോക്കിയേ, നമ്മുടെ വിക്കി പറയുകയാണ്, പപ്പായും അമ്മയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറേയില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്കിയുടെ മമ്മിയും ഡാഡിയും പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ പോയി ഒന്നും കഴിക്കുകയൊന്നും ചെയ്യരുത്, പോയി എന്ത് ചെയ്യണം, ആ ഗ്രാമമൊക്കെ കണ്ട് ഒന്ന് പെട്ടെന്ന് വന്നേക്കണമെന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുന്നുണ്ട്. അതും വളരെ കഷ്ടപ്പെട്ടാണ് സമ്മതം വിക്കി വാങ്ങിയെടുക്കുന്നത്. അടുത്ത ആളാരാ? ചമേലി. ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പേടിയാണ് എവിടെ പോയാലും. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറാറുള്ളതെന്ന് ചമേലി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളോട് ചെറിയൊരു അകൽച്ച എല്ലാവരും വയ്ക്കാറുണ്ടല്ലേ? അതുപോലെ ചമേലിയും പറയുന്നുണ്ട്, എല്ലാവരും ഞങ്ങളോട് ഒരു അകൽച്ച കാണിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പീലിയോട് ചമേലി പറയാറുണ്ടായിരുന്നു. പീലി അപ്പോൾ ഇതെല്ലാം പീലിയോട് ചമേലി പറയാറുണ്ടായിരുന്നു. അപ്പോൾ പീലി പറഞ്ഞു, അവളുടെ നാട്ടിൽ ആരും അകൽച്ചയൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ യാത്രയ്ക്ക് ചമേലിയും പോകുന്നത്. ഇനി അടുത്ത ആളാണ് അപ്പു. അപ്പു പറയാണ്, എൻ്റെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാകും എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഒരു ദിവസത്തെ കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പവും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇവരോടൊപ്പം കൂട്ടുകാരും യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുക? അമ്മയും പപ്പയൊക്കെ ഒറ്റയ്ക്കാകും. പിന്നെയോ, എങ്ങനെയാണ് യാത്ര പോവുക? ഞാൻ തനിച്ചിതുവരെയും പോയിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൂട്ടുകാരെയും അലട്ടുമല്ലേ? അതെ, കൂട്ടുകാരെല്ലാവരും യാത്ര പോയിട്ടുണ്ടല്ലേ? യാത്ര പോകുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് വരുന്ന യാത്രകൾക്ക് കൂട്ടുകാർ എന്തൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്? തുണികൾ കൊണ്ടുപോകാറുണ്ടല്ലേ? പിന്നെയോ ബ്രഷ്, അതുപോലെ തന്നെ സോപ്പ്, അതുപോലെ പേസ്റ്റ്, അങ്ങനെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. വെള്ളം കൊണ്ടുപോകാറുണ്ട്, സ്നേക്സ് കൊണ്ടുപോകാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും കൂട്ടുകാർ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ചമേലിയുടെ ബാഗിലാണെങ്കിൽ കുറച്ച് ഡ്രസ്സുകളും ഒരു ബുക്കും പേസ്റ്റും ബ്രഷും ഒരു സോപ്പും മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നൊക്കെ ചമേലി ചിന്തിക്കുന്നുണ്ട്. അടുത്ത് അപ്പൂൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ആ ബാഗിനകത്ത് അവൻ്റെ കയ്യിലൊരു ഡ്രസ്സും എടുത്തിട്ട് അവനങ്ങനെ പോകുന്നുണ്ട്. അവൻ്റെ ചിന്ത മുഴുവനും അമ്മ ഒറ്റയ്ക്കാകുമോ എന്നുള്ള ചിന്തയാണ്. അടുത്ത് നോക്കി, നീനുവിൻ്റെ ബാഗിൽ ഡ്രസ്സുണ്ട്, ബുക്കുണ്ട്, അതുപോലെ തന്നെ പേസ്റ്റും ബ്രഷും സോപ്പും പേനയും ഒക്കെ അവളുടെ ബാഗിലുണ്ട്. അവളുടെ ചിന്ത എല്ലായിടത്തും പോകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അടുത്ത് വിക്കിയുടെ ചിന്തയെന്ന് പറയുന്നത് നഗരത്തിലെ സൗകര്യമൊക്കെ ഉണ്ടാകുമോ? അവിടെ ബാത്റൂം ഫെസിലിറ്റീസ്, റൂമിൻ്റെ സെറ്റപ്പുകളൊക്കെ നഗരത്തിലേതുപോലെ ആയിരിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് വിക്കി അലട്ടുന്നത്. അവൻ്റെ ബാഗിൽ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്? ഡ്രസ്സുണ്ട്, പിന്നെ ഷവർ ജെല്ലുകൾ, കുളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത്? ഒരു മൊബൈൽ ഫോണുണ്ട്, പിന്നെ ടിഫിൻ ബോക്സും അവൻ്റെ കയ്യിലുണ്ട്. മമ്മി അവിടെ പോയിട്ട് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പാക്ക് ചെയ്ത് അവന് ടിഫിനും കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പീലിയുടെ ഗ്രാമത്തിലേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് ആ മാതാപിതാക്കളോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിക്കുകയാണ് കേട്ടോ. ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? നീനു പറയുകയാണ്. അങ്ങനെ വിക്കി പാട്ട് പാടുന്നു. 1-ാം മലയിൽ കയറണ്ടേ, അവിടെ നിന്ന് തലം കുത്തി മറിയേണ്ടേ. അങ്ങനെ പാട്ടൊക്കെ പാടി അവരങ്ങനെ യാത്ര ചെയ്ത് പീലിയുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഗ്രാമം മനസ്സിലാകുന്നു. അപ്പോൾ പറയുകയാണ്, ദേ നോക്കേ പീലിയുടെ ഗ്രാമം. അതാ പീലി.
അപ്പോൾ തന്നെ വിളിച്ചു പറയുകയാണ്, അതാ പീലിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ പീലി പറയാണ്, എത്ര നേരമായി ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താ ഇത്ര വൈകിയത്? അപ്പോൾ ഇവരെന്തായിരിക്കും പീലിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഞങ്ങൾ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്ത് വരികയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? അതെ. അങ്ങനെ പീലി അവരെയും വിളിച്ചുകൊണ്ട് എവിടേക്ക് പോകുന്നു? വീട്ടിലേക്ക് പോകുന്നു. വരൂ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പീലി അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് എൻ്റെ അമ്മ. അമ്മ പറഞ്ഞു, നിങ്ങളെല്ലാവരും വളരെ ക്ഷീണിച്ചല്ലേ യാത്ര ചെയ്തു വന്നത്, ആദ്യം കൈയൊക്കെ കഴുകി വന്നോളൂ, നമുക്ക് ആഹാരം കഴിക്കാം. അപ്പോൾ വിക്കി പറയാണ്, എനിക്കെൻ്റെ അമ്മ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പീലി പറയാണ്, അവൻ്റെ ഒരു ചാട. അപ്പോൾ പീലിയുടെ അമ്മ പറഞ്ഞു, മോൻ അതൊക്കെ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഇവിടെ വയലിലുണ്ടായ നെല്ല് കുത്തിയാരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയുണ്ട്. അപ്പോൾ അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത്, അതൊന്ന് കഴിച്ചു നോക്കാൻ പീലിയുടെ അമ്മ വിക്കിയോട് പറയുന്നു. അങ്ങനെ എല്ലാവരും നിലത്തിരുന്ന് തുമ്പലേക്ക് ഇട്ട് എന്ത് ചെയ്യാണ്? ആഹാരം കഴിക്കുകയാണ്. വിക്കി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നുമല്ല വാങ്ങുന്നത് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് അപ്പോൾ കൂട്ടിച്ചേർക്കുന്നു. പീലി പറയുകയാണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അപ്പോൾ പീലിയുടെ അമ്മ പറഞ്ഞു, അച്ഛൻ വയലിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി ഗ്രാമമൊക്കെ ഒന്ന് കണ്ട് വന്നോളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, അച്ഛൻ അങ്ങനെ മീൻകറി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും എങ്ങനെയൊക്കെയാണെന്ന് പീലിയോടും കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഗ്രാമമൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാനെന്ന് നമ്മുടെ നീനു പറയുന്നു. വിക്കി പറയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈ ഒന്നും ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? പീലി, ഗെയിമൊന്നും കളിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് വിക്കി പീലിയോട് പറയുന്നു. അപ്പോൾ നമ്മുടെ അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൂട്ടുകാർ തമ്മിൽ ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും കാഴ്ചകൾ തമ്മിൽ വ്യത്യസ്തമാക്കി പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ പലതരം കളികളുണ്ട്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കാണാമോ? നോക്കാം. അങ്ങനെ പീലിയുടെ അച്ഛൻ ഗ്രാമത്തിലെ കളികളൊക്കെ കാണാനായിട്ടും ചന്തയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നോക്കി ആഴ്ച ചന്തകളിൽ വന്ന് ഗ്രാമവാസികൾ സാധനം വാങ്ങുന്നതും അവരുണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നതുമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് പീലിയുടെ അച്ഛൻ ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് കടലാസ് ഉപയോഗിച്ച് ഇവയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കി നോക്കണേ. അത് കഴിഞ്ഞ് അവരൊരു കുളത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരും എല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളത്തിലാണെന്ന് പീലി കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. പീലിയും കൂട്ടുകാരും കുളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ നീനു വീൽ ചെയറിൽ നിന്ന് അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയേ, കൊയ്ത്തിൻ്റെ പാടത്തേക്കാണ് അവർ പോകുന്നത്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളതെന്ന് പീലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടോ, വളരെ മനോഹരമായ കാളപൂട്ട് മത്സരങ്ങളൊക്കെ പീലി അവൾക്ക് വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത് നോക്കിയേ, പീലിയുടെ ഗ്രാമത്തിലുള്ള ഉത്സവങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ആനയും എഴുന്നള്ളത്തും ഒക്കെ പീലി കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, വളരെ മനോഹരമാണല്ലേ കൂട്ടുകാരെ? അതെ, നമ്മുടെ നാട്ടിലും പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ടല്ലേ. എന്തൊക്കെയാണ്? പെരുന്നാളുകൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരം തുടങ്ങി ഒത്തിരി ആഘോഷങ്ങൾ നമുക്കും ഉണ്ട്. ഓണം, റംസാൻ, പിന്നെ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആഘോഷങ്ങൾ നമുക്ക് ഉണ്ടല്ലേ. അതെ, സന്ധ്യയായപ്പോൾ അവർ സൂര്യാസ്തമയമൊക്കെ കാണുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണല്ലേ. പീലി, നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്, അവരെത്ര സന്തോഷവതന്മാരാണ് എന്ന് നമ്മുടെ നീന് പറയുകയാണ്. എനിക്കും ഈ കാഴ്ചകളെക്കുറിച്ച് അമ്മയോട് പറയാൻ ധൃതിയായി. വിക്കി
പറയുന്നു. നഗരജീവിതം മാത്രമാണ് രസമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ആ ധാരണയൊക്കെ മാറിയെന്ന് വിക്കി പീലിയോടും കൂട്ടുകാരോടും പറയുന്നു. അതുപോലെ തന്നെ ചമേലി പറയുകയാണ്, എൻ്റെ നാട്ടിലെ ഗ്രാമം ഇതുപോലെയൊക്കെയാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മാ പറയുന്നതെന്ന് ചമേലിയും പറയുന്നു. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുന്നേ അവളുടെ കൂട്ടുകാർക്ക് ഒത്തിരി മുൻധാരണകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ എന്നൊക്കെ പലതരത്തിലുള്ള ചിന്തകൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്നെ ആ ധാരണകളൊക്കെ മാറിയല്ലേ? വളരെ മനോഹരമായി വളരെ സന്തുഷ്ടരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാനും ഗ്രാമം ആസ്വദിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാകുമെന്ന് കരുതിയ നമ്മുടെ വിക്കിയുടെ ചിന്തയും മാറി. അതുപോലെ തന്നെ വിക്കി പറഞ്ഞതുപോലെ തന്നെ ചിന്തിച്ചായിരുന്നു അപ്പുവും വന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് അപ്പു പറയുന്നു. അപ്പോൾ ചമേലി പറയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് മാറ്റി നിർത്തുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അതെനിക്ക് മാറിക്കിട്ടി. എല്ലാവരും അവളെ ചേർത്ത് പിടിച്ചു എന്ന് ചമേലിയും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ നീനുവും പറയുന്നു, ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന മനോഹരമായൊരു ചാപ്റ്ററാണ് പഠിച്ചതല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഗ്രാമത്തിൻ്റെ ഭംഗി, ഗ്രാമീണ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നഗരത്തിലെ കാഴ്ചകൾ, നഗരത്തിൻ്റെ സൗകര്യങ്ങൾ, ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കരുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ഓർത്തിരിക്കുക. വളരെ മനോഹരമായൊരു കഥയായിട്ടാണ് നമ്മൾ പഠിച്ചത്. എങ്കിലും ഗ്രാമീണ സൗകര്യങ്ങളും അതുപോലെ നാഗരിക സൗകര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്